അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണത്തിൽ 9 കുട്ടികളും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടുവെന്ന നടുക്കുന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും വ്യാപാര സഹകരണം കൂട്ടാൻ തീരുമാനിച്ചത് പാകിസ്ഥാനെ വല്ലാതെ പ്രകോപിപ്പിച്ചുവെന്നാണ് വിവരങ്ങൾ വരുന്നത്. ഈ അവസരത്തിൽ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ജെയിംസിനും ഇന്നൊരു നല്ല പ്രഭാതമാണെന്ന് ഞാൻ കരുതുന്നു. രാവിലെ നല്ലൊരു വാർത്തയല്ലേ തേടി വന്നത്? എന്താ പറഞ്ഞേ? ഇതൊന്നും ഓർമ്മിക്കാതാണ് നിൽക്കുന്നത്. പി പറയും, വാർത്തയിലേക്ക് വരാം. എസ് കെ എൻ, എന്തായാലും ഈ മണിക്കൂറുകളിൽ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള ബന്ധം വളരെ വഷളാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. പാകിസ്ഥാൻ കയറി അവരുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ 9 കുട്ടികളും ഒരു സ്ത്രീയുമാണ്. ഒരു വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഒരു വീട്ടിലെ 9 കുട്ടികൾ, ആ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലും 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ 9 കുട്ടികൾ, 5 പേർ ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ്. അവരടക്കം ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 10 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിലാണ് താലിബാൻ്റെ വ്യവസായ മന്ത്രി ഇന്ത്യയിലെത്തി വലിയ ചർച്ചകൾ നടന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രോഷവും അസൂയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 2021 പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. താലിബാനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും സഹായിച്ചത് പാകിസ്ഥാൻ ആണ്. അന്ന് ഇമ്രാൻഖാനായിരുന്നു പ്രധാനമന്ത്രി. ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലിലാണ്. അപ്പോൾ എന്തായാലും ഭരണകൂടം മാറിയിരിക്കുന്നു. അമേരിക്കയുമായി ബന്ധമുള്ള പാകിസ്ഥാൻ സർക്കാരിന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ താല്പര്യമില്ല. എന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലെ തീവ്ര സംഘടനകളായിട്ടുള്ള TTP, തെഹ്രിക് താലിബാൻ പാകിസ്ഥാൻ, കഴിഞ്ഞ ഒരു വർഷം തന്നെ പാകിസ്ഥാനിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഏതാണ്ട് 2700ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഇന്ത്യയുടെ കൈയുണ്ട് എന്നുള്ള ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുകയാണ്. എന്ന് മാത്രമല്ല, ഇറാനിലെ ചബാർ പോർട്ട് വഴിയും മറ്റ് വായുമാർഗം അല്ലെങ്കിൽ വ്യോമമാർഗം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാവുന്നത് പാകിസ്ഥാനെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്നു. അതിനിടയിലാണ് സ്കെൻ ഈ പാകിസ്ഥാൻ്റെ പ്രേരണയാണെന്ന് പറയുന്നു. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ, ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയെ വിട്ടുകൊടുക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ ഭരണകൂടം ഇന്ത്യക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇന്ത്യ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യക്കറിയാം, ഷെയ്ഖ് ഹസീന 15 വർഷം ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം വയ്ക്കുകയും പാകിസ്ഥാനെയും ചൈനയൊക്കെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ബന്ധമുള്ള ഒരു സർക്കാരാണ് മുഹമ്മദ് യൂനിസിൻ്റെ സർക്കാർ. അവിടെ മുജാഹിദുകളും ജമാഅത്തുകളും അങ്ങനെ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരുപാട് സംഘടനകൾ അവിടെയുണ്ട്. ഇന്ത്യ വിരുദ്ധ സംഘടനകളെ മുഴുവൻ ഷെയ്ഖ് ഹസീന ഒതുക്കിയതാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ സംഘടനകൾ ശക്തമായിരിക്കുന്നു. അവർ പ്രക്ഷോഭം നടത്തുന്നു. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു. ഷെയ്ഖ് ഹസീനയെ കിട്ടിയാൽ അവരെന്തായാലും തൂക്കിക്കൊല്ലുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എന്തായാലും ഇന്ത്യ അതിന് തയ്യാറാവില്ല. കാരണം ദലൈലാമയ്ക്ക് വരെ നമ്മൾ ഇത് കൊടുത്തതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ SKN കാര്യങ്ങൾ ഈ ഉപഭൂഖണ്ഡത്തിൽ വലിയ രീതിയിലേക്ക് പോവുകയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 4 രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സംഭവവാസങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാവുന്നത്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.